ഭൂരിപക്ഷത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കും. മനുഷ്യന്മാരെ കാണുമ്പോഴും ആരാധനാലയങ്ങളിൽ വരുമ്പോഴും ഉണ്ടാകുന്ന കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് വളരെ പോസിറ്റീവാണ്. വളരെ ശുഭകരമായ റിസൾട്ട് ഉണ്ടാകും. എതിരാളികൾ വലിയ കണക്കൊക്കെയാണ് അവർക്ക് അനുകൂലമായി പറയുന്നത്. അവസാന മണിക്കൂറിൽ എല്ലാവരും വലിയ ആത്മവിശ്വാസം. ആയിക്കോട്ടെ, പ്രത്യേകിച്ച് BJP ചെറിയ വോട്ടിനാണെങ്കിലും അവർ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. ചെറുതിലേക്ക് എത്തിയില്ലേ, വലുതിൽ നിന്നൊക്കെ താഴെ എത്തിയില്ലേ. അപ്പം കൗണ്ടിങ് തുടങ്ങുന്നവരൊക്കെ തന്നിരിക്കട്ടെ, എല്ലാവരും പ്രതീക്ഷിക്കട്ടെ. പക്ഷെ അന്തിമ വിജയം അത് മതേതരത്വത്തിൻ്റെതാണ്. അതുവരെ പ്രതീക്ഷിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ ഒറ്റ കാര്യം, നമ്മളൊരു കൃത്യമായൊരു കണക്കൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. നഗരസഭയിൽ എല്ലാ കാലത്തും BJPയുടെ ആധിപത്യമാണ്. അത് ഇത്തവണ മാറ്റി എഴുതുമോ? നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ വെച്ച് നഗരസഭയിൽ BJPക്ക് ഒരു വലിയ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. നഗരസഭയിലും പഞ്ചായത്തിലുമെല്ലാം മതേതര മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തെരഞ്ഞെടുപ്പ്. ഓ, വളരെ സുഖമായിട്ട് അത് തീരുമാനിച്ചിട്ടില്ല. ആഘോഷ കമ്മിറ്റിക്കാരിലെത്തുമല്ലോ. അത് പാട്ടൊന്നും നമ്മളിതുവരെ ഇറക്കിയിട്ടില്ല. ഒഫീഷ്യലി ഒരു പാട്ടും ഇറക്കിയിട്ടില്ല. മനസ്സിൽ കാണുന്ന ഭൂരിപക്ഷ നമ്പർ അത് ജനങ്ങള് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ചിരിയും അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെയാണ്. അതെന്തായാലും മോശമാകില്ല, നല്ല നമ്പർ ഉണ്ടാകും. എനിക്കാണ് ഏറ്റവും നല്ല ആത്മവിശ്വാസം ഉള്ളത്. ഉറപ്പായിട്ടും വലിയൊരു മുന്നേറ്റമായിരിക്കും നടക്കുക. മാത്രമല്ല, ഈ ഒരു ഫലസൂചന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സൂചന കൂടിയാണ്. അതുകൊണ്ട് പാലക്കാട് മതേതര സംവിധാനമാണ് നിലവിലുള്ളത്. അത് നിലനിർത്തും. നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും. 15,000 അല്ലേ ഇന്നലെ പറഞ്ഞേ? 12,000 മീതെ 15,000 വരെ എത്താൻ എല്ലാ സാധ്യതകളുണ്ട്. ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ചെയ്യും. പാലക്കാടും പ്രതീക്ഷയാണ്. 67% പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് ശതമാനം, പോളിംഗ് ശതമാനം. പക്ഷെ അതെല്ലാം മറച്ചുവെച്ച് ഇന്നലെയും കൂടിയും ഒരു കുപ്രചരണം നടക്കുകയാണ്. പിന്നെ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. 10 ഇരട്ടി പ്രതീക്ഷ ഞങ്ങൾക്ക് പിരായിരിയുണ്ട്. 71% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് UDFന് അനുകൂലമായിരിക്കും, ഒരു സംശയവും. താങ്ക് യു. ശ്രീകണ്ഠൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2026 ഒരു സൂചകമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയുമാണ് അല്ലെ? ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് എങ്കിൽ UDFന് പാലക്കാടും ചേലക്കരയും, പ്രത്യേകിച്ച് ചേലക്കരയും നേടാൻ കഴിഞ്ഞാൽ അത് 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു